എല്ലാവർക്കും ഹാപ്പി ഓണം. അങ്ങനെ മദ്രാസി എന്ന സിനിമ കണ്ടുവന്നിരിക്കുകയാണ്. സിനിമ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഗജനീനെ എടുത്തിട്ട് തുപ്പാക്കിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു പ്രിഡിക്റ്റബിൾ സ്റ്റോറി ആയിട്ടുള്ള എന്താ പറയാ ഒരു ലോജിക്കും ഇല്ലാത്ത എന്നാൽ അത്യാവശ്യം നല്ലൊരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഏഴാം അറിവ്, ഗജനി, തുപ്പാക്കി, അതുപോലെ കത്തിയൊക്കെ സംവിധാനം ചെയ്ത AR മുരുകദോസ് സംവിധാനം ചെയ്ത സിനിമ തന്നെയാണ് ഈ മദ്രാസി. ആ സിനിമ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ ഒന്നുമല്ല എന്ന് എനിക്ക് തോന്നുമെങ്കിലും അവസാനം ഇറങ്ങിയ അദ്ദേഹത്തിന്റെ സിക്കന്ദർ ആയിക്കോട്ടെ, ദർബാർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം അതിനേക്കാൾ കുറച്ച് ഭേദമായിട്ട് എനിക്ക് തോന്നി സിനിമ. ഇതിന്റെ ആക്ഷൻ സീക്വൻസ് അതേപോലെ VFX പരിപാടികളൊക്കെയാണ് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ശിവകാർത്തികൻ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ആക്ടിങ് ആയാലും ഡാൻസിങ് ആയാലും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യുത് ജമാലിന്റെ ആക്ഷൻ സീക്വൻസ് ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഓരോ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് മുൻപത്തെ സിനിമകളായിട്ടുള്ള തുപ്പാക്കി അല്ലെങ്കിൽ ഫോഴ്സ്, കമാൻഡോ എന്ന സിനിമ, അതിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഓരോ പ്രത്യേകമാണ്. അതിന്റെ ആക്ഷൻസ് എല്ലാം വളരെ സൂപ്പറാണ്. അതേപോലെ ഒരു ആക്ഷൻ പരിപാടികളൊക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. ഇതിലെ നായികയായിട്ട് വന്നിട്ടുള്ളത് കന്നഡ നടിയായിട്ടുള്ള ഒരു രുക്മണി വസന്താണ്. പുള്ളിക്കാരും അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബിജു മേനോൻ അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലെ മെയിൻ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റോറിയും സ്ക്രിപ്റ്റിംഗും ആണ്. വളരെ എന്താ പറയാ ഒരു ബിലോ ആവറേജിൽ പോകാവുന്ന ഒരു ലോജിക് ഇല്ലാത്ത സ്റ്റോറി ആയാലും തിരക്കഥയായാലും ഒരു ലോജിക്കില്ലായ്മ സിനിമ മൊത്തം ഉണ്ട്. സിനിമയിലെ BGM അനിരുദ്ധാണ് ചെയ്തിരിക്കുന്നത്. ഒരു പീക്ക് ലെവൽ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. ഒരു ഓക്കെ ഫീലാണ് എനിക്ക് തന്നത്. അതുപോലെ സോങ്സ് ആയാലും വളരെ ഓവറായിട്ട് കുറെ സോങ്സ് ഉണ്ട്. ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള സോങ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിലെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് കെവിൻ കുമാർ എന്ന് പറയുന്ന ഒരു ന്യൂ ആക്ഷൻ കൊറിയോഗ്രാഫറാണ്. അദ്ദേഹം നമ്മുടെ സ്റ്റണ്ട് ശിവ അദ്ദേഹത്തിന്റെ മകനാണ്. എനിക്ക് തോന്നുന്നത് ജയിലറിലും അതുപോലെ സിക്കന്ദറിലും ഒക്കെ അദ്ദേഹം അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിവേ സിനിമയുടെ പീക്ക് ലെവൽ ആക്ഷൻസ് ആണ് സിനിമയിലുള്ളത്. സിനിമയുടെ ഒരു അവസാനത്തെ 30 മിനിറ്റ് ഒക്കെ അത്യാവശ്യം നല്ല ആക്ഷനും നല്ല അത്യാവശ്യം നമുക്ക് എൻഗേജിംഗ് ആയിട്ട് കാണാവുന്ന ഒരു അത്യാവശ്യം നല്ലൊരു പാർട്ടായിട്ടാണ് തോന്നിയത് അവസാനത്തെ 30 മിനിറ്റ്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഒരു 2.25 മണിക്കൂർ ആദ്യം കണ്ടു തീർക്കണം എന്നൊരു പ്രശ്നമുണ്ട്. ടു ലെങ്തി ആണ് സിനിമ. അതുപോലെ വിദ്യുത് ജമാലിന്റെ കുറച്ച് ആ ഇൻട്രോ സീനുകളായാലും അതുപോലെ ആളെ എസ്കേപ്പ് ആവുന്ന കുറച്ച് സീനുകൾ ആക്ഷൻ സീക്വൻസ് ഒക്കെ അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഈ ഓണായതുകൊണ്ട് നമുക്ക് ഓണത്തല്ലൊന്നും നമുക്ക് നാട്ടിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് ഈ ഓണത്തല്ല് നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു ആക്ഷൻ സീക്വൻസ് ഉള്ള ഒരു പടമാണ്. ലവ് മസാല ആക്ഷൻ ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ബിലോ ആവറേജ് പോകേണ്ട ഒരു സിനിമയാണ്. പക്ഷേ ആക്ഷൻ സീക്വൻസ് ആയാലും ആക്ടിങ്ങിന്റെ പെർഫോമൻസ് കൊണ്ടും ഒരു ആവറേജ് അനുഭവം എനിക്ക് തന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ വലിയ ലോജിക്കൊന്നും നോക്കുന്നില്ല. ഒരു തമിഴ് പടം പണ്ട് നമ്മൾ 10 കൊല്ലം മുമ്പ് കണ്ടിരുന്ന ഒരു തമിഴ് പടങ്ങൾ വലിയ ലോജിക്കൊന്നും നോക്കില്ലായിരുന്നല്ലോ. അതേപോലെ ഒരു ലോജിക്കൊന്നും നോക്കാതെ നിങ്ങൾക്ക് സിനിമ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ആക്ഷൻ ഒരു മസാല സിനിമ കണ്ടു നോക്കാവുന്നതാണ്.